വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്ന പത്തനാപുരം താലൂക്ക് സപ്ലൈ ഓഫീസിന് ഇനി സിവിൽ സ്റ്റേഷനിൽ സ്വന്തം ഓഫീസിൽ പ്രവർത്തിക്കാം. പുതിയ ഓഫീസ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്ന താലൂക്ക് സപ്ലൈ ഓഫീസാണ് സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചത്. സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യധാന്യം എത്തിക്കാൻ നമുക്ക് പലപ്പോഴും കഴിയാറില്ല എന്നതാണ് വസ്തുത. നമുക്കുള്ള അലോട്ട്മെന്റ് നമ്മുടെ ആവശ്യത്തിൻ്റെ വളരെ ചെറിയ ഒരു പോർഷൻ മാത്രമാണ്. ഞങ്ങൾ നിയമസഭയിൽ നിരന്തരമായി ആവശ്യപ്പെടുന്നത് കേന്ദ്ര ഗവൺമെന്റിനോട് ഏകകണ്ഠമായി നിയമസഭ ആവശ്യപ്പെട്ടത് കേരളത്തിൻ്റെ അലോട്ട്മെന്റ് 2016 വരെ ഉണ്ടായിരുന്നത് 16 ലക്ഷം മെട്രിക് ടണ്ണായിരുന്നു. മന്ത്രി KB ഗണേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ലക്ഷക്കണക്കിന് ആൾക്കാർക്കാണ് അപേക്ഷിച്ച ഉടനെ റേഷൻ കാർഡ് കിട്ടാൻ വലിയ പഠനം. MLA കത്ത് വേണം, അവിടെ കയറണം, ഇവിടെ കയറണം, 50 കടലാസ് പൂരിപ്പിക്കണം, വാടക താമസിക്കുന്ന കെട്ടിടത്തിന്റെ ഉടമസ്ഥന്റെ കടലാസ് വേണം. ഇങ്ങനെ തർക്കമൊന്നുമില്ലെന്നൊക്കെ ഉറപ്പ് വരുത്തി വരുമ്പോഴത്തേക്ക് ഒരു 10-15 കടലാസ് കൊടുത്താലേ റേഷൻ കാർഡ് കിട്ടുന്നത്. പക്ഷേ ഇപ്പോൾ റേഷൻ കാർഡ് ഒരു ശരിക്കും പറഞ്ഞാൽ ഐഡന്റിറ്റി കാർഡ് തന്നെയാണ് റേഷൻ കാർഡ്. ആ റേഷൻ കാർഡ് വളരെ വേഗത്തിൽ ലഭിക്കാൻ ഹോർട്ടികോർപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് S വേണുഗോപാൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷീജ ഷാനവാസ്, ശുഭകുമാരി, ഷേർലി ഗോപിനാഥ്, മഞ്ജു VM, ഗ്രാമപഞ്ചായത്ത് അംഗം അനസ് പടിഞ്ഞാറ്റേതിൽ, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഡെന്നി വർഗീസ് എന്നിവർ സംസാരിച്ചു. പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ ഹിമ K IAS സ്വാഗതവും റേഷനിംഗ് ഡെപ്യൂട്ടി കൺട്രോളർ സ്മിത ജോർജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.